നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ചൊവ്വാദശാകാലത്തെയാണ്. ഒരു വ്യക്തി ജീവിതത്തിൽ ചൊവ്വാദശ 7 വർഷമാണ് അനുഭവിക്കേണ്ടത്. ഈ ദശാഫലങ്ങൾ എന്തൊക്കെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ചൊവ്വയുടെ ദശയിൽ സ്വന്തം സാമർഥ്യവും പൗരുഷവും കൊണ്ട് തനിക്ക് അഭിവൃദ്ധികരമായ മാർഗം തേടുകയും ഉദ്യോഗസംബന്ധമായ ഉന്നതിയും അതിൽ നിന്ന് ലാഭവും സിദ്ധിക്കുന്നു. മന്ത്രിസ്ഥാനം, ഉദ്യോഗം, അഗ്നിപ്രയോഗം, യുദ്ധം, ചികിത്സ, കൃഷി, ഭൂമി, വ്യാപാരം എന്നിങ്ങനെയുള്ള പല ഇനങ്ങളിലും ചൊവ്വ ധനലാഭത്തെ ഉണ്ടാക്കും. പിത്തസംബന്ധമായ രോഗം, സഹോദരന്മാരുടെ പിതാവ് തുടങ്ങിയ ഗുരുജനങ്ങളോട് വെറുപ്പ്, ഭാര്യാപുത്രാദികളുടെ വിരോധം തുടങ്ങിയവ ചൊവ്വാദശയിൽ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങളാണ്. ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശ ഗുണപ്രദമായിരിക്കും. വൃശ്ചികത്തിലും മേടത്തിലും നിൽക്കുന്ന ചൊവ്വയുടെ ദിശയിൽ പലവിധ ഗുണാനുഭവങ്ങൾ സിദ്ധിക്കും. ധനലാഭം, കൃഷിലാഭം, എല്ലാ ജനങ്ങളുടെയും ബഹുമാനം മുതലായ ശുഭഫലങ്ങൾ സിദ്ധിക്കും. ഇടവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദിശയിൽ കളത്ര സംബന്ധമായ ക്ലേശങ്ങൾ അനുഭവിക്കും. മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദിശയിൽ കലാവിദ്യകളിൽ കൂടി ധനം സമ്പാദിക്കും. അന്യദേശവാസം. കർക്കിടകത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദിശാകാലത്ത് പുത്രൻ, ഭാര്യ ഇവർക്ക് ഹാനിയും ധനനാശവും സംഭവിക്കും. ചിങ്ങത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദിശയിൽ ജനസമ്മതി സിദ്ധിക്കും. എല്ലായിടത്തും ഉയർച്ചകളുണ്ടാകും. ഭാര്യാപുത്രാദികൾക്ക് ക്ലേശനാശങ്ങളും സംഭവിക്കാം. കന്നിയിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദിശയിൽ ധനലാഭവും പലവിധ ഗുണാനുഭവങ്ങളും സിദ്ധിക്കും. എന്നാൽ നയനസംബന്ധമായ ഏതെങ്കിലും വൈകല്യമുണ്ടാകുവാനും ഇടയുണ്ട്. തുലാത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദിശാകാലം പൊതുവെ ദോഷപ്രദമാണ്. തുലാത്തിലെ ചൊവ്വ ദോഷകാരകനാണ്. ധനുവിലെ ചൊവ്വയുടെ ദിശാകാലം ഏറ്റവും ശോഭനമായിരിക്കും. മകരത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദിശ വളരെ ശ്രേയസ്കരമായിരിക്കും. ഉന്നത സ്ഥാനപ്രാപ്തി, സേനാനായകത്വം, മന്ത്രിസ്ഥാനം മുതലായവ പ്രതീക്ഷിക്കുന്നതാണ്. കുംഭത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദിശ അത്യന്തം കഷ്ടതകൾ നിറഞ്ഞതായിരിക്കും. പുത്രദുഃഖം, ദാരിദ്ര്യം മുതലായവ ഈ ദശാകാലത്ത് അനുഭവിക്കും. മീനത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദിശാകാലത്ത് രോഗം, കടം, അന്യദേശാഗമനം, പുത്രനാശം ഇവയൊക്കെ അനുഭവമാകും. നീചത്തിൽ തന്നെ വർഗോത്തമം ചെയ്തു നിൽക്കുന്ന ചൊവ്വയുടെ ദിശയിൽ ധനനാശം മാത്രമല്ല സർവകാര്യങ്ങൾക്കും നാശം ഭവിക്കും. നീചത്തിൽ നിൽക്കുന്ന ചൊവ്വ ഉച്ചാംശകം ചെയ്താൽ അവൻ്റെ ദിശാകാലം ദോഷകരമായിരിക്കുകയില്ല. സ്വക്ഷേത്രാംശകം ചെയ്താൽ അതനുസരിച്ചുള്ള ദോഷഫലവും ലഭിക്കും. ലഗ്നം 4, 7, 10 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദിശാഫലം കൂടുതൽ ദോഷവും ആപത്കരവുമായിരിക്കും. ചൊവ്വ 3, 11 ഭാവങ്ങളൊഴിച്ച് മറ്റ് ഭാവങ്ങളിൽ നിന്നാൽ ചൊവ്വ തൻ്റെ ദിശയിൽ ഗുണഫലം ചെയ്യുകയില്ല. ചൊവ്വയുടെ അപഹാരകാലം 4 മാസവും 27 ദിവസവും. ഉഷ്ണരോഗങ്ങൾ, അധികാരികളുടെ അപ്രീതി, ധനനാശം, അപകടങ്ങൾ, സ്വജനകലഹം, സഹോദര ദുരിതം, അഗ്നിഭയം, ദോഷപരിഹാരത്തിന് സുബ്രഹ്മണ്യ മന്ത്രജപം, വൃഷഭദാനം എന്നിവ അനുഷ്ഠിക്കുക. ചൊവ്വാദശയിൽ രാഹു അപഹാരകാലം 1 വർഷവും 18 ദിവസവും. ചോരഭയം, ധനനാശം, വിഷഭയം, അധികാരികളുടെ അപ്രീതി, ത്വക്ക് രോഗങ്ങൾ, അപവാദം, വിദേശവാസം, ദുരിതങ്ങൾ, ദോഷപരിഹാരത്തിന് മഹാമൃത്യുഞ്ജയ ജപം നടത്തുക. ചൊവ്വാദശയിൽ വ്യാഴാപഹാരകാലം 11 മാസവും 6 ദിവസവും. അധികാരികളുടെ ആനുകൂല്യം, രോഗശാന്തി, ഭൂമിലാഭം, ധനലാഭം, വിദ്യാവിജയം തുടങ്ങിയ അനുകൂല ഫലങ്ങൾ. കുജവ്യാഴസ്ഥിതികൾ അനുസരിച്ച് ഫലം പ്രതികൂലമായാൽ വിഷ്ണു സഹസ്രനാമജപം നടത്തുന്നത് ഉത്തമം. ചൊവ്വാദശയിൽ ശനി അപഹാരകാലം 1 വർഷവും 1 മാസവും 9 ദിവസവും. രോഗങ്ങൾ, ശത്രുദോഷം, ധനനാശം, ബന്ധുജനകലഹം, അധികാരികളുടെ അപ്രീതി, തസ്കരഭയം, കൃഷിനാശം, ദോഷപരിഹാരത്തിന് മഹാമൃത്യുഞ്ജയ ജപം. ചൊവ്വാദശയിൽ ബുധ അപഹാരകാലം 11 മാസവും 27 ദിവസവും. രോഗശാന്തി, പുതിയ ഭവനലബ്ധി, ശത്രുക്കൾ മൂലം മനോദുരിതം, ധനലാഭം,
വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി, വിഷഭയം എന്നിവ ഫലം. ദോഷപരിഹാരത്തിനായി വിഷ്ണു സഹസ്രനാമജപം നടത്തുക. ചൊവ്വാദശയിൽ കേതു അപഹാരകാലം 4 മാസവും 27 ദിവസവും. അപകടങ്ങൾ, ധനനഷ്ടം, പാപകർമ്മങ്ങളിൽ താൽപ്പര്യം, നീചജനങ്ങളുമായി കലഹം, സഹോദരന്മാരുമായി കലഹം, ശത്രുദോഷം, ഉദരരോഗങ്ങൾ. ദോഷപരിഹാരത്തിനായി മഹാമൃത്യുഞ്ജയ ജപം നടത്തുക. ചൊവ്വാദശയിൽ ശുക്ര അപഹാരകാലം 1 വർഷവും 2 മാസവും. ഔദ്യോഗികമായ ഉയർച്ച, ധനലാഭം, പ്രണയകാര്യങ്ങളിൽ വിജയം, സ്ത്രീസുഖം, കുടുംബസുഖം. കുജശുക്രസ്ഥിതികളനുസരിച്ച് ഫലം പ്രതികൂലമായാൽ വെളുത്ത പശുവിനെ ദാനം ചെയ്യുക. ചൊവ്വാദശയിൽ ആദിത്യ അപഹാരകാലം 4 മാസവും 6 ദിവസവും. ശത്രുനാശം, വിദേശവാസം, ധനലാഭം, പിത്തരോഗങ്ങൾ, അഗ്നിഭയം, സ്വജനകലഹം, പദവി. ആദിത്യപൂജയും സൂര്യനമസ്കാരം ചെയ്യുന്നതും ഉത്തമമാകുന്നു. ചൊവ്വയിൽ ചന്ദ്ര അപഹാരകാലം 7 മാസം. ബലവാനായ ചന്ദ്രൻ്റെ അപഹാരം ധനലാഭം, ഭവനലാഭം, വിവാഹം, ഐശ്വര്യം, ദുഃഖനിദ്ര. ചന്ദ്രന് ബലമില്ലെങ്കിൽ വിപരീത ഫലങ്ങൾ അനുഭവിക്കും. ദോഷപരിഹാരങ്ങൾക്ക് ലക്ഷ്മി പൂജ, ദുർഗാപൂജ, വെളുത്ത പശുവിനെ ദാനം ചെയ്യുന്നതും ഉത്തമമാകുന്നു.